യെസ്, യൂസ് ഓഫ്. എന്താണ് യൂസ് ഓഫ്? ഓക്കെ, അതിൽ തന്നെയുണ്ട് എന്ത്? ഓഫിന്റെ യൂസ് അല്ലെ? യൂസ് ഓഫ് ഒന്ന് പറഞ്ഞു നോക്കി. ഇതിൽ തന്നെ ഉണ്ടല്ലോ ഈ ഓഫ്, ഇതിൽ തന്നെ ഓഫ് വന്നു കഴിഞ്ഞു. അപ്പൊ ഈ ഒരു ഹെഡിങ്ങിൽ തന്നെ ഉണ്ട് ഓഫിന്റെ യൂസ് അല്ലെ? എന്താണ് ഓഫിന്റെ യൂസ്? എന്താണ് ഓഫിന്റെ യൂസ് അല്ലെ? ഓഫിന്റെ യൂസ്. അപ്പൊ ഇവിടെ എന്താ വന്ന നോക്കിയേ? ഇന്റെ അല്ലെ? ഓഫിന്റെ യൂസ് എന്നാണ്. അപ്പൊ ഓഫിന് അങ്ങനെ ഒരു യൂസ് ഉണ്ട് നമുക്ക് ഇവിടുന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും അല്ലെ? പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? ഇതൊക്കെ ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാം അല്ലെ? ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ഫസ്റ്റ് വൺ, റീസൺ. ഓക്കെ, ഒരു റീസൺ, ഒരു കാരണം പറയാനാണ്. ഓക്കെ, നോക്കാം. എക്സാമ്പിൾ നോക്കാം. ഷീ ഡൈഡ് ഓഫ് ഫീവർ. എന്താണ്? ഷീ ഡൈഡ് ഓഫ് ഫീവർ. അവൾ എന്തുകൊണ്ടാണ് മരിച്ചത്? അവൾ പനി കൊണ്ടാണ് മരിച്ചത്. ഓക്കെ, പനി കാരണമാണ് അവൾ മരണപ്പെട്ടത്. ദെൻ ദ ഓൾഡ് മാൻ ഡൈഡ് ഓഫ് ട്യൂബർകുലോസിസ്. എന്താണ്? ട്യൂബർകുലോസിസ് ഉണ്ടായത് കൊണ്ടാണ് ആ വ്യക്തി മരിച്ചത് കേട്ടോ. ഫീവർ കൊണ്ട്, അതുപോലെ അങ്ങനെ എന്തെങ്കിലും ഒരു അസുഖം കൊണ്ട്, അങ്ങനെയുള്ള റീസൺ കൊണ്ട് ഒരാൾ മരിക്കുക, അല്ലെങ്കിൽ ഒരു റീസൺ കൊണ്ട് അത് സംഭവിക്കുക, ഒരു റീസൺ ആണ് അത് കാരണം, അങ്ങനെയൊക്കെ പറയില്ല. റീസൺ കൊണ്ടാണ് അത് നടന്നത്, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു റീസൺ കൊണ്ട് സംഭവിച്ചു എന്ന് പറയാം. ഇവിടെ എന്താണ് എക്സാമ്പിൾ? പൊതുവെ ഇങ്ങനെ തന്നെയാണ് വരാറുള്ളത്. ഷീ ഡൈഡ് ഓഫ് ഫീവർ, ദ ഓൾഡ് മാൻ ഡൈഡ് ഓഫ് ട്യൂബർകുലോസിസ്. ഇങ്ങനെ എന്തെങ്കിലും ഒരു അസുഖമൊക്കെ വന്ന് ഒരാൾ മരിക്കുകയാണെങ്കിൽ, ആ റീസൺ ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരാൾ മരിക്കുകയാണെങ്കിലൊക്കെ നമ്മൾ എന്ത് കൊടുക്കും മക്കളെ? ഓഫ് കൊടുക്കും. ഓക്കെ, അപ്പൊ പനി കൊണ്ട്, ട്യൂബർകുലോസിസ് കൊണ്ട് എന്നുള്ള ഒരു മീനിങ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഫസ്റ്റ് വൺ ഈസ് വെരി ഈസി. ഓക്കെ, ദെൻ യൂസ്ഡ് ടു ഷോ കണക്ഷൻ ആണ്, കണക്ട് ചെയ്യാനാണ് കേട്ടോ. എങ്ങനെ കണക്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ദ റൂഫ് ഓഫ് ദ കാർ, കാറിന്റെ റൂഫ്. ഓക്കെ, എന്താണ്? കാറിന്റെ റൂഫ് അല്ലെ? കാറിന്റെ മുകൾ ഭാഗം അല്ലെ? കാറിന്റെ മുകൾ ഭാഗം. ഓക്കെ, ദെൻ ദ നെയിം ഓഫ് ദ ഗെയിം. ദ നെയിം ഓഫ് ദ ഗെയിം, ഗെയിമിന്റെ പേര്. എന്താണ്? ആ ഗെയിമിന്റെ പേര്, ആ ഗെയിമിന്റെ പേര് എന്ന് കണക്ട് ചെയ്യാണ് കേട്ടോ. ദെൻ ദ ടൈറ്റിൽ ഓഫ് ദ സ്റ്റോറി, സ്റ്റോറിയുടെ എന്താണ്? സ്റ്റോറിന്റെ അല്ലെങ്കിൽ സ്റ്റോറിയുടെ ടൈറ്റിൽ. ഓക്കെ, ദെൻ ദിസ് ഈസ് എ പിക്ചർ ഓഫ് മൈ ഫാമിലി. ഫാമിലിയുടെ എന്നൊരർത്ഥാണ് വന്നത് അല്ലെ? ഇവിടെയൊക്കെ നോക്കിയ ആ അർത്ഥങ്ങൾ വരുന്നത് റൂഫ് ഓഫ് ദ കാർ, കാറിന്റെ മുകൾ ഭാഗം. ദ റൂഫ് ഓഫ് ദ ഗെയിം, ഗെയിമിന്റെ പേര്. ഓക്കെ, ഇവിടെയോ ദ ടൈറ്റിൽ ഓഫ് ദ സ്റ്റോറി, സ്റ്റോറിയുടെ ടൈറ്റിൽ. ദിസ് ഈസ് എ പിക്ചർ ഓഫ് മൈ ഫാമിലി, ഫാമിലിയുടെ പിക്ചർ. നോക്കിയ ഇന്ത്യയുടെ എന്നൊക്കെ പറയുന്ന മീനിങ് ആണ് എന്ത് വന്നിട്ടുള്ളത് മക്കളെ? ഇവിടെ ഓഫിന് വന്നിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ മലയാളത്തിൽ വേണമെങ്കിൽ അതിന്റെ മീനിങ് ഒന്ന് സൈഡിലൊക്കെ ആയിട്ട് എഴുതിയെടുക്കാം കേട്ടോ. ഓക്കെ, then an amount or number. എന്താണ്? ഒരു എമൗണ്ട്, ഒരു നമ്പർ ഒക്കെ പറയാം. മീൻസ് ഒരു വലിയൊരു ഒരു എമൗണ്ട് ഓഫ് ക്വാളിറ്റി ഒക്കെ പറയാൻ വേണ്ടിട്ട് നമ്മൾ യൂസ് ചെയ്യും. ഇത് എപ്പോഴും നമ്മൾ യൂസ് ചെയ്ത് പഠിച്ചാൽ മതി. ഓക്കെ, എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ഗാദേർഡ്. നമ്മൾ ഓട്ടോമാറ്റിക്കലി പറഞ്ഞ് ശീലിച്ചിട്ടുണ്ടാവും എ ലാർജ് നമ്പർ ഓഫ് എന്ന് പറയുന്ന വേർഡ്, നമ്പർ ഓഫ് എന്ന് പറയുന്ന ഒരു വേർഡ് അല്ലെ? എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ഗാദേർഡ്. ഒരു കൂട്ടം ജനങ്ങൾ എന്ത് ചെയ്തു? ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് കൂടി, ഗാദേർഡ് ആയിട്ടോ. ഐ വാണ്ട് ടു കപ്പ് ഓഫ് മിൽക്ക്. എന്താണ്? എന്ത് ചെയ്യണം? ഐ വാണ്ട് ടു എ കപ്പ് ഓഫ് മിൽക്ക്. ഐ വാണ്ട് ടു കപ്പ് ഓഫ് മിൽക്ക്, എനിക്ക് 2 കപ്പ് മിൽക്ക് വേണം. ഓക്കെ, ആ ഒരു നമ്പർ, ആ ഒരു എമൗണ്ട് പറയാനാണ് ഇവിടെ 2 കപ്പ് ഓഫ് എന്നുള്ള ആ ഒരു എമൗണ്ട് പറയാനാണ് ഇവിടെ എന്ത് യൂസ് ചെയ്യുന്നത്? ഓഫ് യൂസ് ചെയ്യുന്നത്. നോക്കാം. ഷീ ബോട്ട് 3 ബോട്ടിൽ ഓഫ് വാട്ടർ. ഓക്കെ, അവിടെ ആ വാട്ടർ എന്ന് പറയുന്ന ആ ഒരു ഇതിന്റെ ഒരു എമൗണ്ട്, ആ ഒരു നമ്പർ എത്ര എന്നുള്ള ആ ഒരു ഇത് പറയാനാണ് എന്ത് യൂസ് ചെയ്തിട്ടുള്ളത് മക്കളെ? ഓഫ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, 1000 ഓഫ്, 100 ഓഫ് എന്നൊക്കെ പറയാറില്ലേ? ഓക്കെ, 10 നമ്പർ ഓഫ്, 1000 ഓഫ്, 100 ഓഫ് എന്നൊക്കെ പറയാറില്ലേ? 200 ഓഫ് ആൻഡ് 2 കപ്പ് ഓഫ് എന്നൊക്കെ പറയുന്ന പോലെ. ഓക്കെ, ദെൻ പൊസിഷൻ പറയാൻ. ഓക്കെ, മീനിങ് നോക്കാം. ഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ക്യാപിറ്റൽ ആണ്. എന്താണ് മക്കളെ? ഇവിടെയൊക്കെ മീനിങ് യുടെ തന്നെയാണ് കേട്ടോ. കൂടുതലും ആ ഒരു മീനിങ്ങിലാണ് ഓഫ് യൂസ് ചെയ്യാറുള്ളത്. നോക്കാം. ഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ക്യാപിറ്റൽ ആണ് എന്ത്? ക്യാപിറ്റൽ ആണ് എന്ത് മക്കളെ? ഡൽഹി. ഓക്കെ, ഗാന്ധിജി ഈസ് ദ ഫാദർ ഓഫ് അവർ നാഷൻ. നമ്മുടെ ഫാദർ ഓഫ് നാഷൻ ആണ് ആര്? നമ്മുടെ ഇന്ത്യയുടെ, നമ്മുടെ ഫാദർ ഓഫ് നാഷൻ ആണ് ആര്? ഗാന്ധിജി. ഇതൊക്കെ എന്താണ്? നമ്മുടെ പൊസിഷൻ അല്ലെ, നമ്മുടെ സ്വന്തം, നമ്മുടെ ഉടമസ്ഥാവകാശമാണ് അതൊക്കെ അല്ലെ. ദെൻ he is the mother of peace അല്ലെ.
ഷീ ഈസ് എ മദർ ഓഫ് പീസ് ആണ്. നോക്കിയോ, ഷീ ഈസ് എ മദർ ഓഫ് പീസ് ആണ് മക്കളെ. പീസ് എന്താണ്? സമാധാനം എന്നുള്ള പീസ് ആട്ടോ ഉദ്ദേശിച്ചിട്ടുള്ളത്. എന്താണ്? സമാധാനം. അവള് സമാധാനത്തിന്റെ അമ്മയാണ് എന്നൊക്കെ പറയുന്ന പോലെ അല്ലെ. സോ എന്താണ്? ഒരു പൊസിഷൻ പറയാനാണ്, അതിൻ്റെതാണ്, ഇതിൻ്റെതാണെന്നൊക്കെ പറഞ്ഞ പോലെ. ഡൽഹി ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ അല്ലെ. എന്താണ്? ഇന്ത്യയുടെ ക്യാപിറ്റലാണ് ഡൽഹി. ഗാന്ധിജി എന്താണ്? നമ്മുടെ ഫാദർ ഓഫ് നാഷൻ ആണ് അല്ലെ. ഇവിടെയൊക്കെ യുടെ എന്ന് പറയുന്ന ഒരു മീനിങ് തന്നെയാണ് ഓഫിന് വന്നിട്ടുള്ളത് കേട്ടോ. ഇത് നോക്കാം. യൂസ്ഡ് ഇൻ സർട്ടൻ എക്സ്പ്രഷൻസ് സച്ച് ആസ്. എങ്ങനെ നോക്കാം? ഇത് ഇനി കുറച്ച് യൂസുകളാണ്. ഇതെന്താ മക്കളെ ചെയ്യാൻ? ഇത് നമ്മൾ പറഞ്ഞു പഠിക്കുക. ഇത് ഓട്ടോമാറ്റിക്കലി അങ്ങ് പറഞ്ഞു പഠിക്കുക. ഇത് കുറച്ച് യൂസുകളാണ്. എങ്ങനെയാണ് ആ യൂസുകൾ, എങ്ങനെയൊക്കെയാണ് ആ എക്സ്പ്രസ് ചെയ്യുന്നത് നോക്കാം. ഇറ്റ് വാസ് എ നൈസ് ഓഫ് ടു ഇൻവൈറ്റ് മീ. ഇറ്റ് വാസ് നൈസ് ഓഫ് യു ടു ഇൻവൈറ്റ് മീ. വളരെ എന്താ നല്ലതാണ് എന്നെ ഇൻവൈറ്റ് മീ. എന്നെ ഇൻവൈറ്റ് ചെയ്തത് എന്താണ് മക്കളെ? ഇറ്റ് വാസ് നൈസ് ഓഫ് യു ടു ഇൻവൈറ്റ് മീ. ഓക്കെ, ദെൻ ഇറ്റ് വാസ് ജനറസ് ഓഫ് ദ മാൻ ടു പേ ഫോർ ലഞ്ച്. എന്താണ്? ഒരു ഉദാര മനസ്കനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലെ. എന്താണ്? ലഞ്ചിനൊക്കെ ഫുഡ് പേ ചെയ്യുന്ന ഒരു നല്ല മനുഷ്യനാണ് അല്ലെ. മാൻ ടു പേ and this is nice of you അല്ലെ. it was generous of the nice of you. ഇതൊക്കെ യൂസ് ആണ് കേട്ടോ. then it was good of you to come. നിങ്ങൾ വന്നത് എന്ത് ചെയ്തു? നന്നായി അല്ലെ. നിങ്ങൾ വന്നതിന് വളരെ നന്നായി. ഓക്കെ, it was good of you. ഇതൊക്കെ എന്താണ് മക്കളെ? നമ്മൾ പറഞ്ഞു പഠിച്ചിട്ടുള്ളതാ കേട്ടോ. it was stupid of him to leave the window open. അങ്ങനെ വിൻഡോ ഒക്കെ തുറന്നു വെച്ച് പോകുന്നത് എന്ത് തന്നെയാണ്? സ്റ്റുപ്പിഡിറ്റി തന്നെയാണ് അല്ലെ. സോ ഇതിങ്ങനെ നമ്മൾ പറഞ്ഞു പഠിക്കണം. നൈസ് ഓഫ് യു, ജനറസ് ഓഫ്, ഗുഡ് ഓഫ് യു എന്നൊക്കെ പറയുന്ന പോലെ അല്ലെ. നൈസ് ഓഫ് യു എന്നൊക്കെ പിന്നെ പൊതുവെ എല്ലാവരും പറഞ്ഞു പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, എന്താണ്? ഇങ്ങനെയുള്ള കുറച്ച് എക്സ്പ്രഷൻസ് യൂസ് ചെയ്യാനും എന്ത് വരും? ഈ പറഞ്ഞ പോലെ ഓഫ് യൂസ് ചെയ്യും. ഓക്കെ, ദെൻ ആഫ്റ്റർ സം അഡ്ജക്റ്റീവ്സ്. ഈ പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ മക്കളെ. ഇതിന് ഓരോന്നിനും ഇത് ഇങ്ങനെ ഒന്നോ രണ്ടോ ഒന്നും അല്ല, ഇതിനി ഒരുപാടുണ്ട് കേട്ടോ. ദെൻ നമുക്ക് നോക്കാം. അഫ്രേഡ് ഓഫ്. ഇതൊക്കെ ഈ പലതും പല ക്ലാസ്സുകൾ, പല ഗ്രാമർ പാട്ടിന്റെ ഭാഗമായിട്ടും പല സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിന്റെ ഒക്കെ ഭാഗമായിട്ടും പല കാര്യങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇത് വീണ്ടും പഠിപ്പിക്കുമ്പോൾ നമുക്ക് എന്താ അത് ക്ലിയർ ആവും കേട്ടോ. നോക്കാം. അഫ്രേഡ് ഓഫ് അല്ലെ. അഫ്രേഡ് ഓഫ്, ഐ എം അഫ്രേഡ് ഓഫ്. എന്തിനെങ്കിലുമൊക്കെ ഭയപ്പെടും അല്ലെ. ഐ എം ഷെയിംഡ് ഓഫ് യു എന്നൊക്കെ പറയാറില്ലേ. എനിക്ക് നിന്നെ കുറിച്ച് ഓർത്തിട്ട് എന്താണ് നാണക്കേട്, എനിക്ക് ഇതിനെ കുറിച്ചെടുത്ത് നാണക്കേട് തോന്നുന്നു അല്ലെ. ഷെയിംഡ് ഓഫ്. അവെയർ ആൻഡ് അൺഅവെയർ ഓഫ്. അവെയറുമാണ് അൺഅവെയറുമാണ് അല്ലെ. ദെൻ capable of അല്ലെ, കഴിവ് തന്നെ പറയാം. ദെൻ ഫോണ്ട് അല്ലെ, ഇഷ്ടം. ഓക്കെ, പ്രൗഡ് ഓഫ് അല്ലെ. ഐ എം പ്രൗഡ് ഓഫ് യു എന്നൊക്കെ നിങ്ങൾ എപ്പോഴും തള്ളിമറിക്കാറുള്ളതല്ലേ. അത് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇത് നമ്മൾ യൂസ് ചെയ്താണ് പഠിക്കുക അല്ലെ. ഐ എം പ്രൗഡ് ഓഫ് യു. എനിക്ക് നിന്നെ കുറിച്ച് കൊടുത്തിട്ട് എന്താണ്? പ്രൗഡ് ഉണ്ട് അല്ലെ. ദെൻ ടയർഡ് ഓഫ്. ഐ എം ടയർഡ് ഓഫ്. എന്താണ്? ഞാൻ ഇത് ടയർഡ് ആയിപ്പോയി. ഓക്കെ, ദെൻ ഷുവർ ഓഫ്, സെർട്ടൻ ഓഫ്, ഇങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. അതുപോലെ ഇവിടെ നോക്കാം, മറ്റൊന്ന് നോക്കാം. എ പീസ് ഓഫ് പേപ്പർ, എ പീസ് ഓഫ് മീറ്റ്, എ പെയിൽ ഓഫ് വാട്ടർ, എ പീസ് ഓഫ് ചീസ്. ഇങ്ങനെയൊക്കെ പറയാനും എന്ത് യൂസ് ചെയ്യാം മക്കളെ? ഓഫ് യൂസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ കൂടുതലും ഒരു യുഡേ എന്നൊക്കെ പറയുന്ന ഒരു മീനിങ്ങിലാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഓഫ് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ കൂടുതൽ ഇങ്ങനെ ഫ്രേസുകളൊക്കെയാണ്. നോക്കാം. ദെൻ ആഫ്റ്റർ സം വെർബ്സ്. ഇനി വെർബ്സിന് ശേഷം യൂസ് ചെയ്യാം. ഓക്കെ, കംപ്ലെയിൻ ഓഫ്. എന്താണ്? കംപ്ലെയിൻ ഓഫ്. എനിക്ക് അതിനെ കുറിച്ചൊക്കെ എന്തുണ്ട്? അതിനെക്കുറിച്ച് അതിന് മുകളിലൊക്കെ എനിക്കുണ്ട് കംപ്ലെയിനുകളുണ്ട്. ഓക്കെ, ദെൻ അക്യൂസ് ഓഫ് സംതിങ്. അക്യൂസ് ഓഫ് ആണ് കേട്ടോ. അക്യൂസ് ഓഫ് എന്ന് പറയുന്നതാണ് ആ വെർബ്, ആ വേർഡ് വരുന്നത്. അക്യൂസ് ഓഫ് സംതിങ്, ആ വ്യക്തിയെ എന്തിനെങ്കിലും ഒക്കെ പേരിൽ എന്ത് ചെയ്യാണ്? കുറ്റം അതിന് മുകളിൽ എന്ത് ചെയ്യാണ്? ചുമത്തുകയാണ് കേട്ടോ. ദെൻ ഡ്രീം ഓഫ്. ഓക്കെ, ദെൻ ഹിയർ ഓഫ്. ദെൻ റിമൈൻഡ് ഓഫ് സംതിങ് ആൻഡ് സംവൺ സംതിങ്. എന്തെങ്കിലും ഒക്കെ ഓർമ്മിപ്പിക്കുക അല്ലെ. അത് റിമൈൻഡ് ഓഫ് ചെയ്യണം. ഓക്കെ, പറയാറില്ലേ. ദെൻ തിങ്ക് ഓഫ് എക്സെട്ര. ഓക്കെ, ദെൻ ഇങ്ങനെയുള്ള യൂസുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കലി പറഞ്ഞു പഠിക്കുന്നതും സെന്റൻസുകളുടെ കൂടെയൊക്കെ അറിയാതെ യൂസ് ചെയ്തൊക്കെ പഠിക്കേണ്ടതാണ് കേട്ടോ. ദെൻ യൂസ് ഓഫ് ടു. നമ്മൾ എന്ത് ചെയ്തു? ഓഫ് പഠിച്ചു. ഇനി ടു പഠിക്കാം. ടു എന്താണ്? ടു ലേക്ക് എന്നൊരർത്ഥമാണ് അല്ലെ. ടു നോക്കാം. ടു ഷോ എ തിങ്
or person that receives something. Okay, ഒരു വ്യക്തിയിലേക്ക് എന്തെങ്കിലും ഒരു ലഭിക്കുമ്പോ അല്ലെ, ഒരു പേഴ്സണോ ഒരു വസ്തുവോ ഒരു എന്തെങ്കിലും ഒന്ന് റിസീവ് ചെയ്യാണ്, അവിടെ നിന്ന് ഇങ്ങോട്ട് സ്വീകരിക്കുകയാണ് അല്ലെ, ആ വ്യക്തിയിലേക്ക് അങ്ങോട്ട് പോവാണ് അല്ലെ, നമ്മൾ ഇവിടുന്ന് ആ വ്യക്തിയിലേക്ക് കൊടുക്കുകയാണ്, ആ വ്യക്തി എന്ത് ചെയ്യാണ്, ആ വ്യക്തിയിലേക്ക് അത് സ്വീകരിക്കുകയാണ് അല്ലെ. മനസ്സിലായോ? നമ്മൾ ഇവിടുന്ന് ഒരാളിലേക്ക് അത് കൊടുക്കുകയാണ്, ആ ആൾ എന്ത് ചെയ്യാണ്, നമ്മളിൽ നിന്നും അത് സ്വീകരിക്കുക, ആ വ്യക്തിയിലേക്ക് അത് എന്ത് ചെയ്യാണ്, എത്തുകയാണ് അല്ലെ, ആ വ്യക്തിയിലേക്ക് അത് എത്തുകയാണ്, ആ വ്യക്തിയിലേക്ക് അത് പോവാണ് അല്ലെ. നോക്കാം. I gave the key to സീത. ഞാൻ കീ ആർക്ക് കൊടുത്തു? സീതയ്ക്ക് കൊടുത്തു അല്ലെ, സീതയിലേക്ക് കൊടുത്തു അല്ലെങ്കിൽ സീതയ്ക്ക് കൊടുത്തു. Then I gave chocolate to my son. ഞാൻ ആർക്ക് കൊടുത്തു? ഞാൻ എന്റെ മകന് എന്ത് ചെയ്തു? ചോക്ലേറ്റ് കൊടുത്തു. ഓക്കെ, അത്രേ ഉള്ളൂ, വളരെ ഈസിയാണ് അല്ലെ. ഒരാളിലോട്ടാണ് അത് എന്ത് ചെയ്യുന്നത്, ഒരു വ്യക്തിയിലോ അല്ലെങ്കിൽ ഒരു പേഴ്സണോ എന്താണ് അത് റിസീവ് ചെയ്യുന്നത്, ഒരു വസ്തു. ഓക്കെ, then I'm really grateful to you. ഞാൻ എന്ത് ചെയ്യാണ്? I'm really grateful to you. ഞാൻ നിന്നോട് വളരെയധികം നന്ദിയുള്ളവളായിരിക്കും. അത് അങ്ങോട്ട് പോവാണ് അല്ലെ. സോ I gave the key to സീത. ഞാൻ എന്ത് ചെയ്യാണ്? സീതക്ക് കീ കൊടുത്തു. I chocolate to my son. സണ്ണിന് എന്ത് ചെയ്ത് കൊടുത്തു? ഞാൻ എന്റെ സണ്ണിന് എന്ത് കൊടുത്തു? സ്വീറ്റ് കൊടുത്തു അല്ലെങ്കിൽ ചോക്ലേറ്റ് കൊടുത്തു. സോ ടു ഷോ ഐ തിങ്ക് എ പേഴ്സൺ ദാറ്റ് റിസീവ് സംതിങ്, ഒരു വ്യക്തി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വ്യക്തിയോ ഒരു പേഴ്സണോ എന്തെങ്കിലും ഒരു വസ്തു റിസീവ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ടു യൂസ് ചെയ്യുന്നത്. നോക്കാം. വേർഡ്സ് ഇൻ കമ്പാരിറ്റീവ് ഡിഗ്രി. ഇനി കമ്പാരിറ്റീവ് ഡിഗ്രി നന്നായിട്ട് ടു യൂസ് ചെയ്യാറുണ്ട് അല്ലെ. എന്തെങ്കിലും 2-3 വസ്തുക്കളെയൊക്കെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? പ്രിഫർ ടു, ഐ മോർ പ്രിഫർ ടു. ഓക്കെ, ഞാൻ ഇത് എനിക്ക് പ്രിഫർ ആണ് അല്ലെ, ഞാൻ ചായയേക്കാൾ കൂടുതൽ എന്ത് ചെയ്യുന്നു? കോഫി പ്രിഫർ ചെയ്യുന്നു. സീനിയർ ടു അല്ലെ, സീനിയർ ടു, ആ വ്യക്തി ഈ വ്യക്തിയേക്കാൾ എന്താണ്? സീനിയർ ആണ്. അതുപോലെ ജൂനിയർ ടു, ആ വ്യക്തി ഈ വ്യക്തിയേക്കാൾ എന്താണ്? ജൂനിയർ ആണ്. സുപ്പീരിയർ ടു, ഓക്കെ, ആ ഓഫീസറിനേക്കാൾ ആരാണ്? ആ മറ്റേ വ്യക്തി ആ ഓഫീസറിനേക്കാൾ എന്താണ്? സുപ്പീരിയർ ആണ്. അങ്ങനെ കമ്പയർ ചെയ്യാൻ. എൽഡർ ടു, ഓക്കെ, ആ മോൻ ആ മറ്റേ മോനേക്കാൾ എന്താണ്? എൽഡർ ആണ്. ട്രിബ്യൂട്ട് ടു, ഓക്കെ, അതെന്താണ്? ഒരു ട്രിബ്യൂട്ട് ആണ് അല്ലെ. ദെൻ നത്തിങ് ടു. ഇങ്ങനെയുള്ള യൂസുകളൊക്കെ എന്തുണ്ട്? കമ്പാരിറ്റീവ് ഡിഗ്രിയിലുണ്ട് കേട്ടോ. ഇതെന്ത് ചെയ്യാണ്? കമ്പാരിറ്റീവ് ഡിഗ്രി ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ അതിൽ വീണ്ടും പഠിക്കും, ഇങ്ങനെയുള്ള യൂസുകളൊക്കെ പറഞ്ഞ് പഠിക്കുക കേട്ടോ. ദെൻ ടു ഷോ ദ എൻഡ് ഓഫ് പീരീഡ് ഓഫ് ടൈം. ഒരു എൻഡ് ഓഫ് പീരീഡ് ഓഫ് ടൈം അല്ലെ, അവസാനിക്കുകയാണ് അല്ലെ. ഒരു വസ്തുവിൽ തുടങ്ങി മറ്റൊരു ഇതിൽ അവസാനിക്കണം, ഒരു സമയത്തിൽ തുടങ്ങി മറ്റൊരു സമയത്തിൽ അവസാനിക്കണം. അവസാനിക്കുന്നതാണ് നമുക്ക് നോക്കേണ്ടത് കേട്ടോ. തുടങ്ങുന്നതിന് മറ്റു പ്രിപ്പോസിഷൻ ആയിരിക്കും, പക്ഷെ ഒരു വസ്തു അതിൽ അവസാനിക്കുന്നത് എൻഡ് ഓഫ് ദ ടൈം ആണ് കേട്ടോ. എൻഡ് ഓഫ് പീരീഡ് ഓഫ് ടൈം ആണ് കേട്ടോ. അത് ക്ലോസിംഗ് ടൈം, പീരീഡ് ഓഫ് ലാസ്റ്റ് ടൈം അല്ലെ. ഒരു വസ്തു തുടങ്ങി അവിടെ അവസാനിക്കും, ആ എൻഡിന് പറയാനാണ്. നോക്കാം. He works from 9 to 5 PM. 9 മണിക്ക് തുടങ്ങിയിട്ട് to 5 PM, 5 PM അവസാനിക്കും. ഫ്രം എന്നാൽ എന്താണ്? ഇൽ നിന്നും അല്ലെ. ഈ വർക്ക്സ് ഫ്രം 9 മണിയിൽ നിന്നും 5 മണിയിലേക്ക്, ഐ മീൻ 9 മണിക്ക് തുടങ്ങി 5 മണിക്ക് എൻഡ് ചെയ്യും. to 5 o'clock. ഓക്കെ, ആ എൻഡിങ് ടൈമാണ് അവിടെ 5 o'clock ഉദ്ദേശിച്ചത്. Then there are only 2 days to the wedding. ഇനി എത്ര ദിവസം ഉണ്ട് ആ എൻഡിങ്ങിന്? ആ ടൈം ഓഫ് എൻഡിങ് ഒന്ന് പറഞ്ഞ, വെഡിങ് നടക്കാൻ പോകുന്ന ആ എൻഡിങ് പീരീഡ് ഓഫ് ടൈം ഇനി വെറും എത്ര ദിവസമാണ്? 2 days മാത്രമേ ഉള്ളൂ. അപ്പൊ അതെന്താണ്? ആ 2 days എന്ന് പറയുന്നത് എൻഡ് ഓഫ് പീരീഡ് ഓഫ് ടൈം ആണ്. അപ്പൊ അവിടെ എന്ത് യൂസ് ചെയ്തു മക്കളെ? ടു യൂസ് ചെയ്തു. Then I starts my journey from 8 AM to 4 PM. ഞാൻ എന്റെ ജേർണി സ്റ്റാർട്ട് ചെയ്തത് എപ്പോഴാണ്? 8 AM ആണ്. എപ്പോഴാണ് അത് തീരുന്നത്? എപ്പോഴാണ് അതിന്റെ എൻഡിങ് ടൈം? ജേർണി ഒന്ന് അവസാനിപ്പിക്കുന്നത് എപ്പോഴാണ്? 2 to 4 PM ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോ അറ്റ് ദ എൻഡ് ഓഫ് ദ പീരീഡ് ഓഫ് ടൈമിന് നമ്മൾ എന്ത് യൂസ് ചെയ്യും മക്കളെ? ടു യൂസ് ചെയ്യും. അത് പൊതുവെ നമ്മൾ ഫ്രം ടു എന്ന് പറയുന്ന ഒരു യൂസ് ഉണ്ട്. ഫ്രം 9 to 5 PM, അവിടെ ഫ്രം AM to 4 PM അല്ലെ. ഇന്ന സമയത്തിൽ നിന്നും ഇത്ര സമയത്തേക്ക് എന്ന് പറയാനാണ് കേട്ടോ. ഈ ടൈമിൽ തുടങ്ങി ആ ടൈമിൽ അവസാനിക്കും എന്നൊക്കെ പറയാൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ടു. ഓക്കെ, ദെൻ
ടു ഷോ ദാറ്റ് ടു തിങ്സ് ആർ കണക്റ്റഡ്. ഓക്കെ, രണ്ട് തിങ്സ് തമ്മിൽ എന്ത് ചെയ്യാണ് മക്കളെ? കണക്ട് ചെയ്യാണ്. ടൈ ദ റോപ്പ് ടു ദ പോൾ. ഓക്കെ, പോളുമായിട്ട് എന്ത് ചെയ്യാണ് മക്കളെ? റോപ്പ് കണക്ട് ചെയ്യാൻ, ടു ദ, അതിലേക്ക് കണക്ട് ചെയ്യാണ് കേട്ടോ. ദെൻ ദർ ഇസ് എ ബാത്റൂം അറ്റാച്ച്ഡ് ടു. അറ്റാച്ച്ഡ് ടു എന്നൊക്കെ പറയുന്ന ഒരു ഫ്രേസ് പോലെ കേട്ടോ. ദർ ഇസ് എ ബാത്റൂം അറ്റാച്ച്ഡ് ടു ദ ബെഡ്റൂം. ബെഡ്റൂമിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ബാത്റൂം എന്ത് ചെയ്തിട്ടുണ്ട്? അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. മൈ തോട്ട്സ് ആർ റിലേറ്റഡ് ടു ഹിം. എന്റെ തോട്ട്സ് എന്താണ്? അവനിലേക്ക് എന്ത് ചെയ്യാണ്? അവനിലേക്ക് അത് റിലേറ്റ് ചെയ്ത് പോവുകയാണ്. ഓക്കെ, അപ്പൊ ഒരു വസ്തുവിലേക്ക് കണക്ട് ചെയ്യാനാണ് എന്ത് മക്കളെ യൂസ് ചെയ്യുന്നത്? ലേക്ക്. കണക്ട് ചെയ്യാനാണ് അല്ലെ? ഒരു വസ്തുവിലേക്ക് കണക്ട് ചെയ്യാൻ ടു യൂസ് ചെയ്യും അല്ലെ? ദർ ഇസ് എ ബാത്റൂം അറ്റാച്ച്ഡ് ടു ദ ബെഡ്റൂം. ബാത്റൂം അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബെഡ്റൂമിന്റെ കൂടെ നമ്മൾ പറയാറുണ്ട് അല്ലെ? എപ്പോഴും ബാത്റൂം അറ്റാച്ച്ഡ് ആണോ നമ്മൾ ചോദിക്കും അല്ലെ? അതന്നെ, ബാത്റൂം ആണ് ഇനി മുതൽ അറ്റാച്ച്ഡ് ആണോ ചോദിക്കണ്ട, അറ്റാച്ച്ഡ് ടു ആണെന്ന് ചോദിച്ച് പഠിച്ചേക്ക്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ഓർമ്മ വരും? ടുവിന്റെ ഒരു യൂസ് ഓർമ്മ വരും. ഓക്കെ, ഇനി എന്താണ്? ദർ ഇസ് എ ബാത്റൂം അറ്റാച്ച്ഡ് ടു ദ ബെഡ്റൂം ആണ് കേട്ടോ. അതുപോലെ റിലേറ്റഡ് ടു ഒക്കെ നമ്മൾ യൂസ് ചെയ്ത് പഠിക്കണം. മൈ തോട്ട്സ് ആർ റിലേറ്റഡ് ടു. റിലേറ്റഡ് എന്ന് പറയുമ്പോൾ തന്നെ ടു കൂടെ വരും. ഓക്കെ, ദെൻ ടു ഷോ ദ റിലേഷൻഷിപ്പ്. ഓക്കെ, റിലേഷൻഷിപ്പ് കാണിക്കാൻ തൊട്ടു മുമ്പ് പറഞ്ഞത് തന്നെയാണ് കേട്ടോ. നോക്കാം. ആർ യു റിലേറ്റഡ് ടു ഹിം? ആർ യു റിലേറ്റഡ് ടു ഹിം? നിനക്ക് എന്ത് അവനുമായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ടോ? ആർ യു റിലേറ്റഡ് ടു ഹിം? ഓക്കെ, ദെൻ ഈസ് മാരീഡ് ടു എ സിംഗർ. ഷീ ഈസ് മാരീഡ് ടു എ സിംഗർ. എന്താണ് ഇത്? റിലേഷൻഷിപ്പ് ആട്ടെ. ഷീ ഈസ് മാരീഡ് ടു എ സിംഗർ. അവൾ ആരെ മാരി ചെയ്യാണ്? ഒരു സിംഗറെ മാരി ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാണ്? ഒരു റിലേഷൻഷിപ്പ് കാണിക്കാൻ എന്ത് യൂസ് ചെയ്യുന്നുണ്ട് മക്കളെ? ടു യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ ടുവിന്റെ മെയിൻ ആയിട്ടുള്ള യൂസ് എന്താണ്? മെയിൻ ആയിട്ട് ലേക്ക് എന്ന് പറയുന്നതാണ്. ഫോറിന്റെ ഒക്കെ യൂസ് എന്താണ്? വേണ്ടി എന്നുള്ളതുമാണ്. ഓക്കെ, അപ്പൊ എന്താണ് ടുവിന്റെ മെയിൻ യൂസ് എന്തായിരുന്നു മക്കളെ? ലേക്ക് എന്ന് പറയുന്നത്. അപ്പോ ഓഫ് ടു, ഇത് രണ്ടും എന്താണ്? ക്ലിയർ ആണല്ലോ അല്ലെ? ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രിപ്പോസിഷൻസ് ആണ്. എന്നിരുന്നാൽ പോലും അതിന്റെ മാക്സിമം യൂസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. നന്നായിട്ട് പഠിക്കാം. നമുക്ക് മറ്റു കുഞ്ഞു കുഞ്ഞു പ്രിപ്പോസിഷൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ.